നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ. നമ്മളുടെ കഴിഞ്ഞ ആഴ്ച നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ഇല്ലായിരുന്നു. എല്ലാ സൺഡേസിലും ഉള്ളതാണ്, കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള ബ്ലൗസാണ് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ധാരാളം ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ബ്ലൗസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റായിട്ട് ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നത്, റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പോകുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വീഡിയോയിലേക്കല്ല ബ്ലൗസിലേക്ക് പോകാവുള്ളൂ. ഇത് മസ്റ്റായിട്ട് കേൾക്കണം. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ കേൾക്കേണ്ട, സ്കിപ്പാക്കി പോകും. ഇത് 3XL വരെയുള്ളവർക്ക് ധരിക്കാവുന്ന ബ്ലൗസാണ്. അപ് ടു 3XL എന്നാണ് സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്. അതായത് മീഡിയം, ലാർജ്, XL, XXL, 3XL അങ്ങനെയല്ല. ഈ ഒരു ബ്ലൗസേ ഉള്ളൂ. ഇത് 3XL വരെയുള്ളവർക്ക് വെയർ ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസുകാരാണ് ഇടുന്നതെങ്കിൽ, കൈക്കൊക്കെ വണ്ണം ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി സ്ട്രെച്ചബിളാണ്. അപ്പം കൈക്ക് ഒരു 1.5 ഇഞ്ച് വണ്ണം ഉള്ളെങ്കിൽ നിങ്ങൾ ഒരു 1 ഇഞ്ച് വണ്ണത്തിൽ അല്ലെ 1.25 ഇഞ്ച് വണ്ണത്തിൽ അടിച്ചാൽ മതി. കൃത്യം 1.5 ആക്കണ്ട, കാരണം കുറച്ച് സ്ട്രെച്ച് ആവും. അപ്പം കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. ജസ്റ്റ് നമ്മൾ ചുരിദാർ സൈഡ് ഷേപ്പ് ചെയ്തോളും. ഒന്നിപ്പോൾ കൈക്കൊക്കെ ഫിറ്റാക്കി കൊടുക്കുകയല്ലേ, അതുപോലെ കറക്റ്റാക്കി ഒന്ന് ഫിറ്റാക്കി കൊടുത്തേച്ചാൽ മതി. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ ഇത് കറക്റ്റായിരിക്കും. 3XL എബോവ് ഉള്ളവർ എടുക്കുന്നത് സ്വന്തം റിസ്കിൽ എടുക്കുക. അതായത് ചിലർക്ക് 3XL ആണെങ്കിൽ കുറച്ച് സ്ട്രെച്ച് ആവുന്നതുകൊണ്ട് 3XL കഴിഞ്ഞും ഭയങ്കര വണ്ണം കൂടുതലൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പറ്റും. പിന്നെ ചിലർക്ക് എന്താ പറയുക, കൈക്കൊക്കെ വലത് കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, ഇടത് കൈക്ക് വണ്ണം കുറവ്, അങ്ങനെയൊക്കെ വരും. ആ ഒരു ഭാഗത്തൊക്കെ വ്യത്യാസം വരും. ചെസ്റ്റിൻ്റെ ഇതനുസരിച്ച്, നമ്മുടെ ഷോൾഡറിൻ്റെ വിരിവനുസരിച്ച് അതൊക്കെ വ്യത്യാസം വരും. സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഡൗട്ട്സ് ഒന്നുമില്ല. ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണ്, ഒരു 130 രൂപയ്ക്ക് തൊട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിങ്ങനത്തെ ഒന്നുമല്ല, വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രിൻ്റ് ആയിട്ട് കാണും, ഇത് കാണുന്ന ഒരു ചെറിയ സെൽഫ് ഡിസൈൻ ആയിട്ട് കാണുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമാണ്. നമ്മളിപ്പോൾ ബലൂണൊക്കെ മേടിച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വീർത്ത് നിൽക്കത്തില്ലേ, നമ്മൾ പിള്ളേരായിരുന്ന പ്രായത്തിലേക്ക് അങ്ങനെ നടക്കത്തില്ലേ, അതുപോലെ അങ്ങനെ ആയി തൂങ്ങി പോകും. ഒറ്റ നോട്ടത്തിൽ ബനിയനാണ് മനസ്സിലാവും. ഇത് അങ്ങനെയല്ല, ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ളതാണ്. ബനിയൻ്റെ മെറ്റീരിയലാണെന്ന് ഫീൽ ചെയ്യത്തില്ല, നല്ല കംഫർട്ടാണ് ഇടാൻ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സുണ്ട്, ഷോപ്പിൽ ഡയറക്റ്റ് വന്നെടുക്കുന്നവരുണ്ട്, അല്ലാതെ ഓൺലൈനിൽ ഈ ഇതിൻ്റെ ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മനോധർമ്മം വെച്ച് വാങ്ങിക്കുക. റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ക്യാൻസലേഷനോ ഒന്നുമില്ല കേട്ടോ. ഇത് ഡെയിലി വെയർ ബ്ലൗസാണ്. നമുക്ക് ഡെയിലി പോകാൻ ഉള്ള കാര്യങ്ങൾക്ക് സാരിക്കൊക്കെ ഇടാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഒരു സാൻഡൽ, ഒരു ചന്ദന കളറിൻ്റെ ലൈറ്റ്. ഫസ്റ്റ് 3XL വരെയുള്ളവർ വാങ്ങിക്കുക. 3XL മേളിലോട്ടുള്ളവർ ഓൺ റിസ്കിൽ വാങ്ങിക്കുക. ഇതിപ്പോൾ വന്നിട്ട് മെറൂണാണ്. ഇതിൻ്റെ പ്രിൻസസ് കട്ടാണ് വരുന്നത്. ബ്ലൗസിൻ്റെ കഴുത്തിനെ പറ്റി ഒന്നും ആകുലപ്പെടേണ്ട. ഒത്തിരി വലിയ കഴുത്തുമല്ല, ഒത്തിരി ഇറങ്ങിയ കഴുത്തുമല്ല, കറക്റ്റാണ്. ഓവറായിട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് അത് അറിയത്തില്ല. എന്നാലും നീറ്റാണ്, ഒട്ടും ഒരു ഓഫ് ടു ഫാഷനബിൾ അല്ലാതെ ഇല്ല, എന്നാൽ ഓവറായിട്ട് ഭയങ്കര ഇറങ്ങി അങ്ങനെയില്ല. ഇത് മെറൂണ് ഉണ്ടോ. നമുക്ക് എന്നും പോകുമ്പോൾ ഒത്തിരി സാരികൾക്ക് ഒത്തിരി ബ്ലൗസുകൾ വേണമല്ലോ. അപ്പം ഇത് നല്ലതാണ്. തയ്യൽക്കൂലി പോയിട്ട് എന്നാ പറയുന്നത്, തുണിയുടെ വില ഇപ്പം ഒരു ബ്ലൗസ് തയ്ച്ച് പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ എടുക്കണമെങ്കിൽ നമുക്കൊരു 500 രൂപയാവും. അപ്പോൾ അതിൻ്റെ പകുതി കൂടുതലാകുന്നുണ്ട്. 299 എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില. ഇതിപ്പോൾ ഒരു ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, പിങ്കാണ് കളറ്, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. സ്ക്രീനെ കാണുമ്പോൾ ഏകദേശം അറിയാമല്ലോ. ഇപ്പം പിന്നെ പ്രിൻറ്റഡ് സാരീസൊക്കെ ഉണ്ട്, ലൈറ്റ് പല കളേഴ്സൊക്കെ വരുമ്പോൾ ഇടാം. ഒലീവ് ഗ്രീൻ നല്ല ഒരു കാരണം. ഈ ഒരു തുണിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണിയാണ്. ഇതിന് നമുക്കൊരു ഒരു ബനിയൻ ഫീല്. നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് ധരിച്ച് പോകണമെങ്കിൽ നമുക്കത്, എന്നെയാണ് സംബന്ധിച്ച് എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ബനിയൻ ബ്ലൗസ് ഇട്ടെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ അങ്ങനെ ഒരു ഫീൽ ഇതിന് തോന്നത്തേ ഇല്ല കേട്ടോ. അതേസമയം അല്ലാത്ത ബ്ലൗസ് ഇടുന്നതിലും നല്ല കംഫർട്ടാണ്. ശരീരത്ത് ബ്ലൗസ് ധരിച്ചതിൻ്റെതായ യാതൊരു അസ്കിതകളും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മെറൂണിൻ്റെ ഡാർക്ക് മെറൂൺ. ഇതിലൊരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഈ ടൈപ്പ് ബ്ലൗസ് വരുന്ന, പ്ലെയിൻ ബ്ലൗസ് വരുന്ന ഒരുമാതിരി എല്ലാത്തിലും ആ സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട്. അതുകൊണ്ടുകൊണ്ട് എല്ലാം ഒന്നാന്ന് വിചാരിക്കരുത്. ഇത് വാടാമുല്ല കളർ. ഇപ്പോൾ ഒരു 5 ബ്ലൗസ് ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരു നഷ്ടം. ഞാൻ വെറുതെ പറയുന്നല്ല, എനിക്കിപ്പോൾ ബ്ലൗസിന് വേണ്ടി, ഈ ബ്ലൗസിൻ്റെ കാര്യത്തിൽ എനിക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല
ഉറപ്പാണ്. കാരണം അതുപോലെ കസ്റ്റമേഴ്സ് ബ്ലൗസിനുണ്ട്. എത്ര 10,000 കണക്കിന് ബ്ലൗസ് കൊടുത്തും കഴിഞ്ഞു. കോഫി ബ്രൗൺ ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ഇതെന്നറിയോ, ഇഞ്ചക്ഷൻ എടുത്ത വാടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു എനിക്ക് അലർജി വന്ന് ഞാൻ ഡബിളായിപ്പോയത്, പെട്ടെന്ന് വണ്ണം വെച്ചു. എന്തോ അലർജി വന്നത്, ശരീരം മുഴുവൻ അങ്ങ് തടിച്ചേ. അപ്പോൾ 6 ഇഞ്ചക്ഷൻ കണ്ട് എടുത്തു. അത് കയ്യിലെടുത്ത ഒരു പാടൊക്കെ കിടപ്പം തെളിഞ്ഞു വരുന്നു. വൈറ്റൊക്കെ വാങ്ങിച്ചു വെച്ചോ, എപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്നതല്ലേ വൈറ്റൊക്കെ. ഞാൻ വെറുതെ പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ വാങ്ങിച്ചാൽ മതി. ഞാൻ പറയാം ട്രെൻഡ് എന്തിൻ്റെയും കൂടെ ചേരും. വൈറ്റ് ബ്ലൗസ് വേറൊരു സാരി കിട്ടി നോക്കി നമുക്ക് വേറൊരു ലുക്കാണ്. ഈ പിങ്ക് കളറുള്ള സാരി ഉണ്ടെങ്കിൽ വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാണ്. പിങ്ക് അല്ലെങ്കിൽ റോസ് എന്ന് പറയില്ലേ, പണ്ട് എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഈ കളറുള്ള റോസാപ്പൂ ഇങ്ങനെ കോലയായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഏതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നു. ലൈറ്റ് റോസ്. അമ്മ വീടെന്നൊക്കെ പറയുന്നത് നമുക്കൊരു വികാരമാണ് അല്ലേ ശരിക്കും. അമ്മ വീട്ടിൽ പോവുക, അപ്പം വീട്ടിൽ പോവുക, ഇതൊക്കെ നല്ല ഡാർക്ക് മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക് നല്ലതാട്ടോ. ഇതും ഒത്തിരി എണ്ണത്തിന് പറ്റുന്ന കളറാണ്. നമ്മൾക്കിപ്പം പള്ളിയിൽ പോകാനും ചർച്ചിൽ അമ്പലത്തിൽ പോകാനും അതുപോലെ എല്ലാം ഒത്തിരി സാരികൾക്ക് പറ്റുന്ന ഒരു കളർ. ഇപ്പോഴത്തെ ട്രെൻഡിൽ എല്ലാം പറ്റും, എല്ലാവരവൻ്റെ കയ്യിലിരിക്കുന്ന സാരികൾക്ക് പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കളേഴ്സുകളായി പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത്തിരി ലൂസ് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ അതേ പെർഫെക്റ്റ് അളവെടുത്ത് അടിക്കരുത്. നിങ്ങളുടെ അളവ് എത്രയാണ് അതിനെ കഴിഞ്ഞ് ഒരു പൊടിക്ക് ചെറുതാക്കി അടിച്ചാൽ മതി. കാരണം അത് ഇച്ചിരി സ്ട്രെച്ച് ആവും, അപ്പോഴേ ഫിറ്റായിട്ട് നിൽക്കുള്ളൂ. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് എന്നാ രസമാണ് കയ്യിലോട്ട് നോക്കുമ്പോൾ. ഇത് റോയൽ ബ്ലൂ. ഇത് മുമ്പേ ഞാൻ മെറൂൺ കാണിച്ചില്ലേ, കോഫി കാണിച്ചില്ലേ, കോഫിയുടെ തന്നെ വേറൊരു ഷെയ്ഡ് കേട്ടോ. കോഫി കളർ മെറൂൺ മിക്സ് ആയിട്ടുള്ള തനി കാപ്പിപ്പൊടി കളറല്ല. ഇത് പർപ്പിളാണോ? പർപ്പിളെന്ന് പറയാൻ പറ്റത്തില്ല. ഇട്ടേക്കൂടെ പോയേക്കുന്ന ബുട്ടാസിന്ന് ഒരു പർപ്പിളിൻ്റെ ഷെയ്ഡാണ്. പർപ്പിൾ കോഫി മിക്സ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ. നല്ല കളറാണ്. നമ്മളൊക്കെ എപ്പോഴും നമുക്ക് ഡെയിലി ആവശ്യമുള്ള കളറുകളിലൊന്നും ഞാൻ അങ്ങനെയാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. എപ്പോഴും ആവശ്യം. ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാത്ത ഒരു കളറുണ്ട്, ബ്ലാക്ക്. ബ്ലൗസ് എടുത്ത് വെക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. പക്ഷെ നമുക്ക് ബ്ലാക്ക് വേണ്ടവർക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചോദിച്ചാൽ മതി, ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. ബ്ലാക്ക് ഞാൻ കാണിക്കുന്നില്ല, കാണിക്കാൻ എടുത്ത് വെച്ച കൂട്ടത്തിൽ ഇത് വെച്ചില്ല. ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് കാണിക്കാത്ത കോമൺ കളേഴ്സ് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ കളേഴ്സ് ഒരുമാതിരി ആയി എന്ന് എനിക്കറിയാം. അപ്പോൾ പല കളർ ചോദിക്കുന്ന കൂടുതൽ ആൾക്കാരുടെ എൻക്വയറി വരുന്നതും ഇപ്പോൾ ഷോപ്പിലാണെങ്കിലും കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നതുമായ കളറുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നേവി ബ്ലൂ, ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ചോദിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് ഉണ്ടല്ലോ, വരുന്ന വ്യാഴാഴ്ച തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ ബുക്കിംഗ് ടേൺ അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നിപ്പം വീഡിയോ കണ്ടു, സൺഡേയിൽ വീഡിയോ നിങ്ങൾ കണ്ടു. നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ചിലപ്പം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, അറിയത്തില്ല, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തിങ്കളാഴ്ചയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വ്യാഴാഴ്ച ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ബുക്കിംഗ് ടേൺ അനുസരിച്ച് ഫസ്റ്റ് കം ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ടും ഒന്നുമില്ല. നിങ്ങൾ പഴയ ഇസബല്ല ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്ന ആ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾ റെഡിമെയ്ഡ് ബ്ലൗസ് അടിച്ചു കൊടുത്താൽ എത്രയോ 100 കണക്കിന് വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാണാം. അപ്പോൾ അതിനകത്ത് കുറേ കൂടെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ കൂടുതൽ പറയാൻ. എല്ലാവർക്കും അറിയാം, അന്ന് എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിനെല്ലാം അറിയാം. അപ്പം നല്ല ഒരു അവധി ദിനം അല്ലെങ്കിൽ സൺഡേ മക്കളോടും ഫാമിലിയോടും അല്ലെങ്കിൽ കുടുംബത്തോടും ഒക്കെ ഒത്തുള്ള ഒരു നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം